ലളിതേ ഓ ചായ. ഇന്ന് ദോശയാണോ കഴിക്കാൻ? അല്ല, ഉപ്മാവ്. ഇത് ദോശയല്ലേ? ഇത് പോവല്ലോ. ഇതേ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു അടവാ. ഇന്നലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചേച്ച് അമ്മയോട് വന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ അമ്മ പറയാം അമ്മയ്ക്ക് പുട്ട് മതിയെന്ന്. ഇന്നലെ ഒരു ദിവസമല്ലേ? അല്ലെന്നേ, മിനിഞ്ഞാന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് വന്നപ്പോ അമ്മ പറയാ അമ്മയ്ക്ക് ഇടിയപ്പം മതി. എടി അത് ചിലപ്പോ കൊതി കൊണ്ടായിരിക്കുമെന്നേ. കൊതി കൊണ്ടാണ് എന്നോട് നേരത്തെ പറയണ്ടേ. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഞാൻ ആദ്യം ചെന്ന് അമ്മയോട് ചോദിച്ചതാ അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള എന്താണേലും ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ ഉണ്ടാക്കുള്ളൂ. കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ അമ്മ പറയാ ഇത് വേണ്ടാന്ന്. അത് ഇപ്പൊ കഴിക്കാൻ കൊടുക്കുന്ന കാര്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ ഇങ്ങനെയാണ്. നമ്മൾ പറയണമെന്ന് അമ്മ കേൾക്കുന്നത് വേറെന്ന്. വയസ്സ് പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനത്തെ അടവൊക്കെ എടുക്കുന്നത്. ഇന്ന് അമ്മ എന്നോട് വന്ന് ചോദിക്കും എന്താടി കഴിക്കാൻ. അപ്പൊ ഞാൻ പറയും ഉപ്പുമാവാന്ന്. അപ്പൊ അമ്മ എന്നാ പറയും ദോശ മതി. അപ്പൊ ഞാൻ ഇതെടുത്ത് കൊടുക്കും. എങ്ങനെയുണ്ട് ഐഡിയ? ഇപ്പൊ ടെക്നിക്ക് മനസ്സിലായി. എന്റെ കൂടെ കൂടി നിനക്ക് ഭയങ്കര ബുദ്ധിയാ. അതെ, ഈ ചായക്ക് മധുരമില്ല, ഇത്തിരി പഞ്ചസാര ഇട്ട് തരൂ. ഞാൻ നല്ലോണം മധുരം ഇട്ട് തന്നത് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ വന്ന് പറഞ്ഞത്. ഇത്രയും മധുരത്തെ കുടിച്ചാ മതി, അങ്ങോട്ട് കുടിക്കും മതിയെന്നാ. പഞ്ചാര ഇട്ടാടി. ഇത് പഞ്ചാര കൂടും കേട്ടോ ഇനി. അയ്യടാ, വയസ്സും പ്രായമൊക്കെ ആയി. വയസ്സും പ്രായം നിന്റെ കെട്ടിയോന്. അമ്മേ നിനക്കെന്താ പറമ്പിൽ പണിയൊന്നുമില്ലേ? അല്ല, ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. ഓ, നീ പൈങ്കിളി നോക്കിയോ? അവളിപ്പോ ഒന്ന് ചായ കുടിച്ചേച്ച് പോയായിരുന്നല്ലോ അമ്മേ. അല്ല, അവക്കെന്ത് പറ്റി? അവക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാ. ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാ? അയ്യോ, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. രാകേഷ് ജോത്സ്യരെ പോയി കണ്ട് മരുന്ന് വാങ്ങിച്ചോണ്ട് കൊടുക്കാം. നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നത്? ജോത്സ്യരുടെ അടുത്ത് പോയിട്ടാണോ മരുന്ന് ചോദിക്കുന്നത്? അയ്യോ, അത് മാറിപ്പോയി. ഞാനേ രാരിച്ച വൈദ്യരെ പോയി കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ച് രാകേഷ് ജോത്സ്യർ കൊണ്ടു കൊടുക്കാം. എന്താ അമ്മയുടെ മോന് പറ്റിയത്? എനിക്ക് മൊത്തത്തിൽ മാറിപ്പോയി. പിങ്കിക്കല്ലേ മരുന്ന് വേണ്ട? അതാണ് ഞാൻ പറഞ്ഞത്. മരുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പൈങ്കിളിക്ക് കൊണ്ട് കൊടുക്കാം. പ്രശ്നം തീർന്നല്ലോ. എന്തായാലും ഇന്ന് തന്നെ ചെയ്യണം. ഓ, ഇന്ന് തന്നെ ചെയ്യണം. അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ അമ്മേ? കഴിക്കാൻ എന്താ ഉള്ളേ? അമ്മ കഴിക്കാൻ ഇന്ന് ഉപ്പുമാവാ എടുക്കട്ടെ? വേണ്ട, ദോശ മതി. അല്ലെങ്കിലേ എനിക്ക് ദോശ വേണ്ട, ഉപ്പാവ് മതി. ശരി അമ്മേ, ഉപ്പുമാവ് തരാം. നീ കഷ്ടപ്പെട്ടുണ്ടാക്കലല്ലേ, ഞാൻ കാര്യം എടുത്ത്. എടി, പോയത് എന്റെ അമ്മയാട്ടാ. അങ്ങനെ ഇങ്ങനെയൊന്നും അമ്മേനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിരിക്കൊന്നും വേണ്ട. ഇവിടെ റവയൊന്നും ഇരിപ്പില്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ. വേഗം ആ ചാച്ചന്റെ കടയിൽ പോയി കുറച്ച് റവ വാങ്ങിച്ചോണ്ട് പോവാ. എന്തുവാന്നാ പോയി വാങ്ങിച്ചോണ്ട് വരാൻ? നിന്റെ വായിക്കും. ഇല്ലെങ്കിൽ ഞാൻ ആ പ്ലാൻ ബി ഇറക്കുവേ. എന്തോന്ന് പ്ലാൻ ബി? ഞാൻ അമ്മയോട് പറയും നിങ്ങളുടെ ഐഡിയ ആയിരുന്നു. ഞാനങ്ങ് പറയും. ദുഷ്ട തന്നെയാ. പോയി മേടിച്ചോണ്ട് വാ മനുഷ്യ. എന്നാലും ഈ ചതി എന്റെ അടുത്ത് വേണ്ടായിരുന്നു കേട്ടോ. അതെ, പാഴ്സൽ കിട്ടുമെങ്കിൽ ഒരു പാഴ്സൽ വാങ്ങിക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആ പാഴ്സലൊന്നും കിട്ടിയൊന്നുമില്ല. വാങ്ങിച്ചോണ്ട് വരാം, റവ വാങ്ങിച്ചോണ്ട് വരാം. അത് ഉണ്ടാക്കിയാൽ മതി. ചായ മധുരം ഇട്ട് തരാൻ പറഞ്ഞിട്ട് വയ്യ. പിങ്കി മോളെ, നീ എന്താടി ഒന്നും കഴിക്കാൻ വരാത്തെ? എനിക്കിപ്പോ വിശപ്പായില്ല മാം, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് വിചാരിച്ചു. നിനക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയായിരുന്നോ? ശരിക്കും ഉറക്കമൊന്നും കിട്ടിയില്ല. 10 മിനിറ്റ് കൂടുമ്പോ എഴുന്നേറ്റ് ഇങ്ങനെ കുത്തിയിരിക്കുക. നീ ഇങ്ങനെ ഏത് നേരം ബുക്കും വായിച്ചോണ്ടിരുന്ന എങ്ങനെയാടി പിങ്കി ഉറങ്ങാൻ പറ്റുന്നേ? അമ്മ, എനിക്ക് ഉറങ്ങാൻ പറ്റാത്തോണ്ടാണ് ഞാനിരുന്ന് ബുക്ക് വായിക്കുന്നത്. ഏതായാലും അച്ഛൻ വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നെങ്കിലും വലിച്ചാ മതിയായിരുന്നു. ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എവിടെ നിന്ന്? അമ്മേ, എനിക്ക് ഡൗട്ടുണ്ട്. ഈ സസ്പെൻഷൻ വാങ്ങിച്ചത് ഇങ്ങനെ ഉറങ്ങാനാണോന്ന്. ചെറുക്ക ശിവ, അമ്മ വിളിക്കുന്നു. എഴുന്നേക്കടാ. എടാ, സമയം എത്ര ആയെന്ന് അറിയാവോ? ഒന്ന് എഴുന്നേറ്റേ. എന്തെന്നാ? എഴുന്നേറ്റ് പോ മനുഷ്യ അങ്ങോട്ട്. എടാ, 9 മണി കഴിഞ്ഞാ എഴുന്നേക്ക. എഴുന്നേക്കാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ മാത്രം സൂചിച്ചു കിടന്ന് ഉറങ്ങണ്ട. ഞാൻ ഇവിടെ എഴുന്നേറ്റിരിക്കുന്ന കണ്ടിട്ട്. എടാ, ഇവിടെ വീട്ടിലുള്ള പിള്ളേരെല്ലാം നിന്നെ കണ്ടാ പഠിക്കുന്നേ. നീ കിടന്നുറങ്ങിയ അവന്മാരും കിടന്നുറങ്ങും. ഇവിടെ എഴുന്നേക്ക. ഞാൻ രാത്രി കുറെ സ്വപ്നം കണ്ടപ്പോഴേ നേരെ ഉറങ്ങാൻ പറ്റിയില്ല. കണ്ടാ ചുമ്മാ അമ്മ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയതായി മനുഷ്യൻ. എഴുന്നേക്ക് അങ്ങോട്ട്. ഇപ്പൊ എന്റെ സ്വഭാവം വലിയ കുഴപ്പം. നീ ഉറങ്ങുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ആരെയും വിളിച്ചോ? അങ്ങനെയാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എഴുന്നേക്ക്. ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെടാ മോത്തൊഴിക്കാൻ. എന്ത് കാര്യം? ഞാൻ 5 വരെ നീ എഴുന്നേറ്റില്ല. ഞാൻ ഇപ്പൊ വെള്ളം ഒഴിക്കും. എഴുന്നേക്കടാ. 5 വരെ 1 2 3. ഞാൻ വെള്ളം എടുക്കാൻ പോവാ. എഴുന്നേക്കടാ. മണ്ടക്കോട്ട് കയറരുത്. ഉറങ്ങണവരെ ഉണർത്തുകയും ചെയ്യും, ഉണർത്തണവരെ ഉറങ്ങുകയും പറയും. കൊച്ചിന്റെ
പിങ്കി നീ അങ്ങോട്ട് കഴിക്കാൻ പോട്ടോ. ഉറക്കം പോയ അതിന്റെ ചെരുപ്പല്ലേ? ഓ നല്ല കറക്റ്റ് ഭാഗം തന്നെ. സുമേഷാമ വാവയ്ക്കിടെ ഒരു നല്ല പേര് കണ്ടുപിടി. നീ എന്തോ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അത് കൊള്ളൂല, അഴുക്ക പേര്. അഴുക്കപ്പേര്. അഴുക്കപ്പേര്? അത് അഴുക്കുന്ന കാര്യം പഠിപ്പിച്ചെന്ന് കൊള്ളത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. അഴുക്കപ്പേരൊന്നും പറയാൻ പാടില്ല. കൊള്ളൂല. ആ അങ്ങനെ പറ. അതിപ്പം അത് കൊച്ചു ജനിക്കിട്ട് മക്കളെ, എന്നിട്ട് നമുക്ക് നോക്കാം. വേണ്ട, ഇപ്പൊ നോക്കാം. എടാ അത് അനിയത്തി കണ്ണൻ മോനെ അനിയത്തിയാണോ അനിയനാണോ നോക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പേരിടാൻ പറ്റൂ. അപ്പൊ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. ആ അത് സുമേഷ് പിന്നെ പറഞ്ഞുതരാം. സുമേഷ് പിന്നെ പറഞ്ഞുതരാം. എന്താ വേണ്ട, ഇപ്പൊ ആലോചിച്ച് എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നേ? നമ്മളെ വാവയ്ക്കിടാൻ പേര് കണ്ടുപിടിക്കുവായിരുന്നു. ചിറ്റപ്പനാണോ പേര് കണ്ടുപിടിക്കുന്നത്? അതെന്താ നിനക്കൊരു പുച്ഛം? അയ്യോ അങ്ങനല്ല, ഇത് വാവ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പേര് ഇട്ടാ പോരെ. ആദ്യം ഇവന്റെ അടുത്ത് പറയുമ്പോ കേൾക്കുന്നില്ല, നീ ഇത് പറഞ്ഞു വിടും. കണ്ണ, നമുക്ക് ഇത്തിരി സമയം എടുത്ത് നല്ല അർത്ഥമുള്ള പേര് കണ്ടുപിടിക്കാം. അത് വേണ്ട മക്കളെ, ഈ പേരിടുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അമ്പു പോലെ ഇരിക്കുന്നവൻ ശംഭു, ആമയെ പോലെ നടക്കുന്നവൾ ആമി. ഇതൊരു അർത്ഥം വേണം. ആണല്ലേ? ഞങ്ങളുടെ പേരിന്റെ അർത്ഥം ഇതാന്ന് ചിറ്റപ്പൻ എങ്ങനെ അറിയാം? അത് ഊഹിച്ചൂടെ? ആണല്ലേ? ചിറ്റപ്പന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ? എന്നാ നീ പറയടാ എന്റെ അർത്ഥം. ഞാൻ പറയും. ആ നീ പറ. കണ്ണ നീ കേക്കണം. ശരിക്കും അപ്പൂപ്പൻ ചിറ്റപ്പന് ജനിക്കുന്നതിന് മുമ്പ് ഇടാൻ വെച്ചിരുന്ന പേരെന്തിരുന്നറിയാമോ? സുന്ദരൻ എന്നായിരുന്നു. സുന്ദരൻ, ഉത്തമൻ, പൈങ്കിളി, സുന്ദരൻ, ഈ 3 പേരുമായിരുന്നു ഇടാൻ വെച്ചിരുന്നത്. പക്ഷെ അവര് മാറ്റി. അതെന്താ? കണ്ണാ ഞാൻ പറഞ്ഞു തരാടാ. ചിറ്റപ്പൻ ജനിച്ച് അപ്പൊ ചിറ്റപ്പനെ കണ്ടു, അതോടെ ആ പേരും മാറ്റി. അതോടെ പേര് മാറ്റിയോ? ഞാൻ നിന്റെ ആരടാ? ഞാൻ നിന്റെ ആരടാ? ചിറ്റപ്പൻ. ചിറ്റപ്പൻ ഇമാതിരി വർത്താനം പറയാൻ വേണ്ടി മുമ്പിരുന്ന്. അല്ല അത് അച്ഛൻ പണ്ട് പറഞ്ഞത് കേട്ട് പറഞ്ഞാണ്. അല്ല വിട് വിട് വിട്, നമുക്ക് കളിക്കാം. വാ. ഞാൻ കളിക്കാൻ വരുന്നില്ല. ചിറ്റപ്പൻ സാധാരണ കളിക്കാൻ വരുമായിരുന്നല്ലോ. ഞാനിപ്പോ കളി നിർത്തി. സുമേഷാമ പ്ലീസ്. ഞാൻ വരുന്നില്ല മക്കളെ. മക്കൾക്ക് സുമേഷ് പിന്നെ പേര് പറഞ്ഞുതരാം. മക്കൾ ചെല്ല്. അല്ല ഇപ്പൊ കളിക്കാം. ഇല്ല ഞാൻ വരുന്നില്ല. മക്കൾ പോ. ഇങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി വരരുത്. ഞങ്ങൾ കളിക്കാൻ കൂട്ടത്തില്ല. ഞാൻ വരുന്നില്ല. കളിക്കണ്ട. കളിക്കണ്ട. അല്ല ഒന്ന് നിന്നേ. അല്ല ഈ അകത്താണോ പുറത്താണോ കളിക്കുന്നത്? പുറത്ത്. ഞാനും വരാം. ഞാനും വരാം. കൈവേദനിക്കുന്നു. കുഴപ്പമില്ല. ഇവ വർത്താനം പറഞ്ഞോണ്ടല്ലേ ഞാൻ പിടിച്ചോണ്ട് പിടിക്കോ? നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. പോ. എന്താടാ ഇവിടെ പൈങ്കിളി എവിടെ? അവൾ ആ തന്ത്രം ഉണ്ടല്ലോ. അവൾക്ക് എന്താ ഉറക്കം കിട്ടണില്ലെന്ന് പറഞ്ഞു? ഓ ഉറക്കം കിട്ടില്ലെന്ന്. ഇതേ ഈ മരുന്നേ ഇത് നല്ല നാടൻ പാലാണ്. ഈ പാല് ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, ഉറക്കം കിട്ടിക്കോളും. ഉറക്കം കിട്ടുമോ? പിന്നെ എവിടെ കളിയാ? മൃഗാൻ ഡോക്ടർ എന്ന് കളിയാ? അവളെ പേര് കിളി എന്ന് പറഞ്ഞ് മൃഗപാൽ ഡോക്ടറിന്റെ മരുന്ന് വെച്ചിട്ടുണ്ട്. മൃഗാൻ ഡോക്ടർ മോള് ഡെലിവറിക്ക് കിടന്നപ്പോഴത്തേക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഇതാണ് കൊടുത്തത്. ഓ അളിയന്തിരി ദേഹത്തത്ര മണ്ണ് ബാക്കിലൊക്കെ കബഡി കളിച്ച സംഭവം കബഡി കളി പോലെ തന്നെയായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ആ ജംഗ്ഷന്റെ വളവിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആൾക്കൂട്ടം. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പൂച്ചയുടെ കരച്ചിലായിരുന്നു. എവിടെ? ആ ജംഗ്ഷന്റെ വളവിൽ ആ ഓടയില്ലേ? ഓടയില്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. കുറെ ആൾക്കൂട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആരും ഒന്നും ചെയ്യണില്ല. ആളിയെ ടക്കന്നെ സാധ്യത ചാടി ഇറങ്ങി പൂച്ച രക്ഷപ്പെടുത്തി അങ്ങോട്ട്. നീ എങ്ങനെ അറിഞ്ഞത്? ഇത് നമുക്ക് അറിഞ്ഞൂടല്ലേ അറിയാ. എത്ര വർഷമായിട്ട് ഇത് ആരും പറയണ്ട. പൂച്ച ഓടെ കിടന്ന ഉത്തമൻ ചാടിയിരിക്കും. എനിക്കറിയാലത്. അത് രക്ഷപ്പെടുത്തിയല്ലേ? ഞാൻ ചാടി ഇറങ്ങി. ഇതെന്നെ തോളി ചവിട്ടി ഒറ്റ ഓട്ടം. ആളുള്ളവരും കൂടെ ഭയങ്കര ചിരി കൈയടിയായിരുന്നു. കൈയടി കഴിഞ്ഞത്. പിന്നെ ഇത് കൊടു ഇത് കൊണ്ട് അമ്മേരെ കൊടു. അമ്മ ഇത് നീ ഇതെന്തോ നീണത്? ഇതെന്തോ നീണത്? കഴിയുന്നു. വേനൽക്കാലമാണ്. അതല്ലേ കൈ കളി വന്നത് പോലെ നീ കുളിച്ചോണ്ടിരിക്കണല്ലോ. കുളിക്കാതെ കളിയാ? കൈ അത് ചെയ്യരുതല്ലോ, അങ്ങനെ ചെയ്യല്ലേ. അളിയാ കൈയും കാലും കഴിയണം. ചുമ്മാ എടാ കൈയും കാലൊക്കെ പിന്നെ അളിയൻ എന്താളിയാ? കൈകൾ കഴിയില്ല ഇതുപോലെ അല്ല ഞാൻ കഴിയും. ചെരുപ്പ കഴിവുണ്ട് ഇനി. എടാ നമുക്ക് മാത്രമല്ല വെള്ളം ഉപയോഗിക്കേണ്ടത്, പിന്നെ ആർക്ക്? വരും തലമുറകൾക്ക് ഉപയോഗിക്കണം. ഈ ബക്കറ്റിലെ വെള്ളം? ഈ ബക്കറ്റിലെ വെള്ളമല്ല, ഇത് സേവ് ചെയ്ത് വെക്കും നമ്മള്. വരും തലമുറക്ക് കൊടുക്കാൻ ആവശ്യത്തിന് ഉപയോഗിക്കാം. നീ കോന അടിക്കണം എന്നെ. അളിയ ഞാൻ അളിയനെ കോനടിക്കണം, അളിയ എന്നെ കോനടിക്കണം. നീ പോടാ അവിടെ. അയ്യോ ഇയാൾക്കെന്ത് ഈ പെണ്ണിന്റെ ഒരു വ്യാക്കൂണ്. എടി ദോശയും ചിക്കനും കൂടെ ആരെങ്കിലും കഴിക്കുവോ? ചമ്മന്തി ഇരിപ്പുണ്ട് തരട്ടെ?
എനിക്കും കൊച്ചിനും ദോശയും ചിക്കനും കഴിക്കാൻ ഇപ്പൊ തോന്നുന്നു. എന്നാ കുറച്ചുകൂടെ തരട്ടെ കൊച്ചിന് വേണ്ടിട്ട്. ചിക്കൻ വേണ്ട, ഉള്ളി മാത്രം മതി. സെറ്റ് ഇതെന്തോ ഇത്? നാടൻ പാൽ അതെന്തുവാന്ന്? ഉറക്കമരുന്ന്. അച്ഛൻ വന്നു? ഇല്ല. പിന്നെ അളിയൻ തന്നാ. ചേട്ടനോ? ചേട്ടനോടെ ഹെൽപ്പ് വേണോ? വേണ്ട. എടാ ഇതെങ്ങനെയാടാ കൊടുക്കണ്ടേ? ഇതാ പാൽ എനിക്ക് ചായ ഇട്ട് തന്നിട്ട് ആ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് ചൂട് പാലിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞു അളിയെ. ചൂട് പാലിലും അല്ല. അപ്പൊ അച്ഛൻ കൊണ്ടുവരുന്ന മരുന്ന് കഴിക്കണ്ട, ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഇടി ഏതായാലും ആദ്യം കിട്ടിയ മരുന്ന് ഇതല്ലേ, ഇതങ്ങോട്ട് കഴിക്ക്. അച്ഛൻ കൊണ്ടിരുന്നൊക്കെ പിന്നെ നോക്കാം. എന്റെ ചിക്കൻ എടുത്തോണ്ട് പോന്ന്. ശിവ അവൾ കഴിക്കട്ടെന്ന്. ഒന്നും കഴിച്ചിട്ടില്ല കൊച്ച്. ഉത്തമനല്ലേ വിളിക്കുന്നേ? നീ നിന്ന് നോക്കിയേ, ഞാൻ ഇവൾക്ക് കൊടുക്കട്ടെ. അല്ല അളിയ ഞാനാണ്. നീ ആ മോട്ടർ ഓൺ ചെയ്തടാ, വെള്ളം തീർന്നു. മോട്ടറാ? ഓ എന്തിനളിയാ? എടാ വെള്ളം ഇല്ലടാ. വെള്ളം ഇല്ലേ? പിന്നെ മോട്ടർ ഓൺ ചെയ്യണ എന്തിനാണ്? എനിക്കറിഞ്ഞൂടാ. നീ മോട്ടർ ഓൺ ചെയ്യ്, പെട്ടെന്ന് ചെയ്യ്. ചെയ്യണോ? ഓ ഞാൻ ഇപ്പൊ പോയി ചെയ്യാനാ. ദേഹത്തൊക്കെ ഇത് നീ പോടാ അവിടെ. അമ്മ അമ്മ എന്താ മേടിച്ചാ? പോടാ അവിടെ, പോ നീ അവിടുന്ന്. അളിയ മേടിച്ചാലത്ത്. എടാ ഒന്ന് മാറിപ്പോ. അമ്മ അളിയ മോട്ടർ ഓൺ ചെയ്താ പോരെ? മോട്ടർ അളിയ മോട്ടർ ഓൺ ചെയ്താ പോരെ? ഞാൻ ഓൺ ചെയ്യാം. ഓ അതല്ലേ പറഞ്ഞത്, ഓൺ ചെയ്യാൻ. നീ ഓൺ ചെയ്ത് ദേഹത്തൊക്കെ സോപ്പ് വെച്ചേക്കണെന്ന്. തോർത്തെടുത്ത അളിയ. എടാ എടുത്തടാ, വെള്ളം ഇല്ലടാ ഇവിടെ. പിന്നെ തുടച്ചിട്ട് ഇറങ്ങി പോരെ. ഞാൻ ഇപ്പൊ ഇറങ്ങി വരുവുള്ള കാര്യം ഞാൻ പറഞ്ഞു. നീ പോ ആശേ. ചേച്ചി അല്ല അളിയ ചേച്ചി വന്നില്ല, ജോലിക്ക് പോയിട്ടാ വന്നില്ല. എന്ത് കേട്ട്? അമ്മ ഞാൻ അപ്പച്ചപ്പ വിളിച്ചോണ്ട് വരട്ടാ. എടാ ഇത് മോട്ടർ ഓൺ ചെയ്യടാ. ഇത് അല്ല അളിയ മോട്ടർ ഓൺ ചെയ്യാം, പക്ഷെ വേനൽ കാലമല്ലേ. അതിന് അല്ല അപ്പൊ നമ്മള് വെള്ളമൊക്കെ സൂക്ഷിച്ചു വെച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അമ്മ അല്ല ഞാൻ ഓൺ ചെയ്തിട്ട് വരാം. എടാ മര്യാദക്ക് നീ അത് ഓൺ ചെയ്, മോട്ടർ ഓൺ ചെയ്. അല്ല അളിയാൻ ബക്കറ്റൊക്കെ എടുത്തോട്ട് പോയാണ്, ഓർമ്മയുണ്ടോ? ആശേ അമ്മ. അളിയ ചേച്ചി ഇല്ല, ഞാൻ തന്നെ ഓൺ ചെയ്യാം കേട്ടോ. എടാ ഒന്ന് ഓൺ ചെയ്യടാ. ആ ഓൺ ചെയ്യാം. കറക്കാരെങ്കിലും ഒന്ന് വേഗം പെട്ടെന്ന് കറക്കുക. കളിക്കുന്നുണ്ട് അളിയൻ? കളിക്കായിരുന്നു ഞാൻ. മറ്റേ മീറ്ററിന്റെ സ്വിച്ചിടാൻ വന്നേണ്ട. ഏത് മീറ്ററിന്റെ? നമ്മളെ മോട്ടറിന്റെ. ഞാൻ ഇട്ടുതരാം. ഞാൻ കളിക്കണോ? കളി കളിയല്ലേ? മാമ കെട്ടണോ ഞാൻ കെട്ടണോ? ഇപ്പൊ ക്യാച്ചറായി. ഞാൻ നീ തന്നെ കെട്ട്, ഞാൻ ഞാൻ കെട്ടിത്തരാം. മുറുക്ക കൊട്ടി കൊടുക്കണം. മുറുക്ക് കണ്ട ഒളിഞ്ഞു നോക്കി കേട്ടോ. അല്ലല്ല ഒളിഞ്ഞു നോക്കല്ലേന്ന്. മുറുക്ക മതി തിരിഞ്ഞാൻ കടിച്ചോറാ ബാക്കിൽ ആളുണ്ട്. അല്ലല്ല. എടാ എന്താടാ? എത്ര നേരം വിളിക്കണില്ല. ശിവന്റെ അടുത്ത് മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവൻ ഇതൊരു ഓൺ ചെയ്തില്ലേ? ഇല്ലെന്ന്. എടാ ഞാനെന്നാ ഒന്ന് നോക്കിട്ട് വരാം. ഒന്ന് പെട്ടെന്ന് പോയി നോക്കണം. ആ ബെസ്റ്റ്. മോട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വരും വേറെ ഏതോ സ്വിച്ച് ആണ് ചെറുക്കൻ ഓൺ ചെയ്തിരിക്കുന്നത്. ശിവ ശിവ എന്താ പറ്റി? നിന്നോട് മോട്ടർ ഇടാൻ പറഞ്ഞിട്ട് നീ മോട്ടർ ഇട്ടായിരുന്നോ? മോട്ടറൊക്കെ അരമണിക്കൂർ മുമ്പ് ഇട്ടില്ലേ? എപ്പോ ഇട്ട്? അരമണിക്കൂർ മുമ്പ് ഇട്ടെന്ന്. അരമണിക്കൂർ മുമ്പ് ഇട്ടില്ലടാ. നീയല്ലേ ഇവനാണ് ഇട്ടത്? ആ ഇട്ട് അരമണിക്കൂർ മുമ്പ് ഇട്ട്. നീ മോട്ടർ ആണ് ഇട്ടോ ചായപ്പിലെ ലൈറ്റ് ആണോ ഇട്ടെ? മാറിപ്പോയി. മാറിപ്പോയാടാ? മാറിപ്പോയെന്ന് ഞാൻ കേട്ടവൻ പറഞ്ഞു. ഏൽപ്പിച്ചാലും ചെയ്യല. എൻ്റെ അടുത്ത് ഞാൻ എന്തോടാ പറഞ്ഞു? മോട്ടർ എന്നിട്ട് നീ ഇട്ടാ? അല്ല ഇട്ട്, പക്ഷെ സ്വിച്ച് മാറിപ്പോയി. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. നിന്റെ അടുത്തല്ലേടാ പറഞ്ഞു ചേട്ടാ? ഓ നീ നിന്നെ പിന്നെ അവനെ പറഞ്ഞു വിട്ടത്? ഞാൻ ഇവിടെ വന്നപ്പോഴാ കളിയാ. ഇനി വന്നപ്പോഴേ പോയപ്പോഴെന്നുള്ള കാര്യമൊന്നും പറയാനൊന്നും. ഇനി മേലെ പൈപ്പിൽ നിന്ന് വെള്ളം ഇട്ടാൻ നോക്കിയോ? അതങ്ങനെ ശരിയാവും ചേട്ടാ. പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും. വെള്ളം എടുക്കുന്നത് ഞാൻ പറഞ്ഞ അതുപോലെ കേട്ടാ മതി. അപ്പൊ പിന്നെ നമുക്ക് കുളിക്കൊന്നും വേണ്ട. കറണ്ട് ബില്ല് അടയ്ക്കണത് അത് ഞാൻ
ഞാനല്ലേ ചേട്ടൻ പൈസ ഒന്നും ഞാൻ കൊണ്ട് അടയ്ക്കുന്നു. നീയാ? ആ ആ മേലെ പൈപ്പിൽ നിന്ന് അങ്ങനെ വെള്ളം എടുത്താ? തൃപ്തിയായല്ലോ ഇപ്പൊ എല്ലാത്തിനും. ഞാൻ വിളിച്ചോണ്ടിരുന്നല്ലേ, കാണിച്ചു തരായിരുന്നു. കണ്ടിട്ട് കളിക്കാവാ. ഞാൻ കളിക്കുന്നില്ല, എനിക്ക് വയ്യ. പിന്നെ പൈപ്പില്ലേ നമുക്ക് വെള്ളം കിട്ടാത്ത പോലെ. പിന്നെ നമ്മുടെ ചേട്ടന്റെ കളി. നമ്മള് കോരി എടുക്കും. നീ കോരണം, ഞാൻ കോരണം ചക്കനെ. നീ പറ. കോരി ഞാൻ വരാം അല്ലേ? അയ്യോ. ഡേയ്, ഡേയ്, ഇത് നോക്കടാ. തൊട്ടിയോടെ തൊട്ടിയില്ലേ? തൊട്ടിയില്ല. ഇപ്പൊ അവിടെ വല്ല നോക്കടാ. എന്തോന്നുണ്ടേ? തൊട്ടി കാണില്ല. മാമല്ല തൊട്ടിയും കാര്യം കാണില്ല. അയ്യോ കാണില്ലേ? എവിടെ പോയി? അതെ തൊട്ടി ഇല്ല ഇവിടെ. തൊട്ടി ഇരുന്നത് ഉണ്ടായിരുന്നല്ല, കാണുന്നില്ലേ? കാണുന്നില്ല. അയ്യോ എന്തൊരു കഷ്ടം. അളിയ തൊട്ടി കിട്ടിയില്ലെങ്കിൽ നമ്മള് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കും കേട്ടാ. ആ ഏത് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കും? പൈപ്പിൽ എല്ലാ പൈപ്പും പൂട്ടി വെക്കണം. മാത്രമല്ല മേന് ഞാൻ അടച്ചു വയ്ക്കും. എന്നെ പൊന്നെ ചേട്ടൻ ചുമ്മാ കളിക്കാൻ തൊട്ടി കയറുന്നതാണ്. തൊട്ടി കയറില്ലടാ, തൊട്ടിയും കയറി കാണാനില്ലല്ലോ. നിങ്ങൾ നോക്കിട്ട് കണ്ടില്ലല്ലോ. വെള്ളത്തിന്റെ അടി പോയില്ലേ, പിന്നെ എങ്ങനെ കാണും? അത് കാണുന്നില്ലല്ലോ. കാണാൻ പറ്റില്ല. വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നത് എങ്ങനെ കാണാൻ പറ്റും? നോക്കട്ടെ, നോക്കണേ ഇപ്പൊ എന്ത് നോക്കാൻ പറ്റൂലല്ലോ, വെള്ളത്തിന്റെ അടിയിൽ കിടക്കല്ലേ. ഇത് എന്തിനാ ഇത്? അളിയ എന്താണ് അളിയന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ 1/2 മണിക്കൂറാണ് ബാത്റൂമിന്റെ അകത്ത്. നിനക്കറിയാമോ? നീ സോറി പറയണം എന്റെ അടുത്ത്. നീ സോറി പറയണം എന്റെ അടുത്ത്. ഓ അങ്ങനെ അളിയെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. നീയും പറയണം. ഞാൻ പറഞ്ഞില്ലേ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട്. നീ ഇട്ടില്ലല്ല. സോറി പറ നീ ആദ്യം. സോറി പറയാതെ തൊട്ടി എടുക്കാൻ പറ്റും. ഞാൻ നോക്കാം. സോറി പറയാതെ തൊട്ടി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പറയടേ, സോറി പറ. ഞാൻ SOR പറഞ്ഞു. എടേ ഒരു സോറി അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. എടാ ഇത് പിന്നെ ചുമ്മാ മുട്ടാ തർക്കമല്ലേടാ? മുട്ടാ തർക്കോ? എന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളായിരുന്നു. സോറി പറഞ്ഞാൽ തൊട്ടി തിരിച്ച് കയറി വരൂ. ചിലപ്പോ കയറി വന്നാലോ. ഓ വൈദ്യുതി അവള് മുറിയിലുണ്ടല്ലോ. അവള് വല്ലതും കഴിച്ചോ? നന്നായിട്ട് കഴിച്ചു. അതാ ഇത് രാരിച്ചൻ വൈദ്യര് തന്ന മരുന്ന്. ഇത് അവക്ക് കൊടുക്കണം. അയ്യോ, ഉത്തമനൊരു മരുന്ന് തന്നിട്ട് ഞാൻ അവൾക്ക് കൊടുത്തേ ഉള്ളല്ലോ. അതെന്തിന്? ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ എന്തിനു വേറെ വാങ്ങിപ്പിച്ചത്? ആരുടെ മരുന്നാൻ എന്താ കാര്യം നടന്നാ പോരെ? അല്ലല്ല, അത് പറ്റൂല. എടി ഇത് രാരിച്ചൻ വൈദ്യര് തന്ന സ്പെഷ്യൽ മരുന്നാ. ഇത് കൊടുത്താൽ നല്ല ഉറക്കം കിട്ടും. അത് പിന്നെ കൊടുക്കാന്നേ. അത് വേണ്ട, ഇത് തന്നെ കൊടുക്കാം. പൈങ്കുസേ, എല്ലാ മരുന്നോട് ഇപ്പൊ കൊടുക്കണ്ടെന്നാ. ഈ എല്ലാ മരുന്നും അല്ല, ഈ മരുന്നേ കൊടുക്കുന്നുള്ളൂ. മറ്റേടത്തൊക്കെ കളയും. പൈങ്കുസേ, നീ വിട്. വിടന്ന് ഞാൻ കൊടുക്കട്ടെ. അവളെ എഴുന്നേപ്പിക്കാതെ അവൾ ഉറങ്ങുന്ന കാണാൻ മേലേ. മരുന്ന് കൊടുക്കണ്ടേ? ഉറങ്ങുന്ന കൊച്ചിനെ എഴുന്നേപ്പിച്ചാണോ മരുന്ന് കൊടുക്കുന്നേ? എടി ഇത് കൊടുത്താൽ ഇതിനേക്കാൾ നന്നായിട്ട് ഉറങ്ങുന്നു. ഇതിനേക്കാൾ നന്നായിട്ട് ഉറങ്ങണ്ട. അത് പിന്നെങ്ങാനും കൊടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം അപ്പുറത്തോട്ടൊന്ന് ചെന്നേ. അപ്പുറത്തെന്തിന്? അവിടെ ആരും ഉറങ്ങാതിരിക്കുന്നേ? ആരും ഉറങ്ങാതിരിപ്പില്ല. അവിടെ പിള്ളേർ തമ്മിൽ ഭയങ്കര വഴക്കുന്ന. ഏത് പിള്ളേര്? ആ സുമേഷ് ഇവനും വെള്ളം എടുക്കണ്ടെന്നും പറഞ്ഞു ഉത്തമൻ തൊട്ടിയും കയറും എടുത്ത് കിണറ്റിനകത്ത് ഇട്ടിരിക്കുക. അയ്യോ, അതെന്തിന്? അതൊന്നും എനിക്കറിയാൻ മേല. അത് എടുക്കാൻ വേണ്ടി ശിവൻ പാതാളക്കാരൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോന്നൊക്കെ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. നിങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്കാവോ? എന്തൊരു കഷ്ട യൗമാരെ കാര്യം. വലിയ അപ്പൊ ഈ മരുന്നോ? അതിങ്ങിതാ, ഞാൻ കൊടുത്തോളാം. നീ കൊടുക്കണം കേട്ടോ. ഇതൊരു പ്രത്യേകം തന്നതാ. സംഭവം സോൾ എങ്ങനെ? ഞാൻ നേരെ ചെന്ന് മുത്തശ്ശിയുടെ കാര്യം അവതരിപ്പിക്കുന്നു. മുത്തശ്ശി വല്യളീനെ വിളിക്കുന്നു. 2 വഴക്കം കൊണ്ട് കൊടുക്കുന്നു. കാര്യങ്ങൾ നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാം. സോളോ ആയില്ലേ? അപ്പൊ ഇതെടുക്കണ്ടേ? അല്ല അതെടുക്കണം. എടുക്കണം. ഹലോ, ഇതവിടെ പരിപാടി? തൊട്ടി കയറി കെട്ടിപ്പോയി. കട്ടിപ്പോയെന്നാ? ആഗ്രഹം പോയത്? അത് ചേട്ടൻ എടുത്തിട്ട് തോട്ടി വെച്ചെടുത്തോണ്ടിരിക്കുക. അതിന് നീ എന്ത് ചെയ്യണം? അവന് പാതാളക്കാരൻ്റെ വെച്ചെടുത്തോണ്ടിരിക്കും. പാതാളക്കാരൻ്റെ എവിടുന്നാ? റെന്റിനെടുത്ത്. ഓഹോ, അത് ശരി. താരായിട്ട് തന്നെ 2 കൂടെ. പിന്നെ എടുക്കണ്ടേ അമ്മ? എന്തോ കുടുങ്ങി കേട്ടോ. ഈ തൊട്ടിക്കാരോടാ കട്ടിപ്പോയെന്ന് പറഞ്ഞത്? എടുത്താ പഴയ നമ്മളെ പറ്റിച്ചാണല്ലേ? അച്ഛന്മാരെടുത്തുനിന്ന് പോയി. അച്ഛന്മാരെടുത്തുനിന്ന് എൻ്റെ അടുത്ത് സോറിയും പറഞ്ഞ് 5 പ്രാവശ്യം ഏത്തോട്ട്. അല്ലേ സോറി പറഞ്ഞോ? 3 പ്രാവശ്യം പറഞ്ഞടാ. 3 വട്ടം പറഞ്ഞോ? എന്നാ വെള്ളം കോരി. തൊട്ടി തറ വീണ്. എന്താ തൊട്ടിക്കാരും കിട്ടിയല്ല. ഇനി ഇവിടെ കിടന്ന് വെറുതെ 2 കൂടെ വഴക്കുണ്ടാക്കരുത് കേട്ടല്ല.
പാതാളക്കാട്ടിന് 100 രൂപ വാടക പോയാലും കുഴപ്പമില്ലടാ. വല്യളി നല്ല വഴക്കിട്ടില്ല മുത്തശ്ശേരിയെന്ന്. എന്റെ അറ്റം കയറ്റുണ്ടേടി. പാതാളക്കാരൻ്റെ കെട്ടിപ്പോയി. പാതാളക്കാരൻ്റെ പാടാഴിച്ച് അല്ല അയ്യോ അതിന് വലിച്ചെടുത്താ ഇനിയിപ്പോ കുഴപ്പമില്ല. ഒരു 1000 രൂപ എടുത്ത് ആരെങ്കിലും ഇറക്കിപ്പിച്ചാൽ മതി. നീ എന്താ പറയണ മണ്ട? അല്ല അളിലല്ലേ കെട്ടി ഇറക്കിയേ. എടേ ഒരു സ്വിച്ച് മാറിപ്പോ ഇപ്പൊ 1000 ഇതിന്റെ വാടക എല്ലാം കൂടെ എത്ര രൂപയാണ്? നീ എന്താണ് കാണിച്ചത്? ഞാൻ എന്റെ അറ്റ ഇങ്ങോട്ട് ഉരുക്കോലിട്ട് വലിക്കാം. പൊക്കാം.